നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പേർഷ്യൻ ഗൾഫിൽ സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ എണ്ണക്കപ്പലുകളും ചരക്ക് കപ്പലുകളും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ പേർഷ്യൻ ഗൾഫ് പ്രദേശം ഒരു വെടിമരുന്ന് പുരയായി മാറിയിരിക്കുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിന്യസിച്ചതായി വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ 16 ഇറാനിയൻ മൈൻ ലെയർ കപ്പലുകൾ US സൈന്യം തകർത്തു. ഇതിനിടെ ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന വ്യാപാര കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണങ്ങളും വർദ്ധിപ്പിച്ചു. തങ്ങളുടെ അനുവാദമില്ലാതെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ അറിയിച്ചു. ഓരോ കപ്പലും കടന്നു പോകുന്നതിന് മുമ്പ് ഇറാന്റെ അനുമതി വാങ്ങിയിരിക്കണം. റവല്യൂഷണറി ഗാർഡിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് 2 വ്യാപാര കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണവും നടത്തി. 10ലധികം ഷിപ്പിംഗ് കമ്പനികളിൽ നിന്നുള്ള ഏകദേശം 30 ജർമ്മൻ കപ്പലുകൾ ഈ യുദ്ധമേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവയ്ക്ക് സുരക്ഷിതമായി പുറത്തു കടക്കാൻ നിലവിൽ മാർഗമില്ലാത്ത അവസ്ഥയാണ്. നിലവിൽ അതീവ ജാഗ്രതയോടെയാണ് സാഹചര്യത്തെ കാണുന്നതെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫുൾ പറഞ്ഞു. എങ്കിലും നിലവിൽ ഈ മേഖലയിൽ കപ്പൽ ഗതാഗതം പ്രായോഗികമായി നിലച്ചിരിക്കുകയാണ്. ഇന്ധനവില കുതിക്കുന്നതിനാൽ 32 രാജ്യങ്ങൾ അടിയന്തര എണ്ണശേഖരം വിപണിയിലിറക്കി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെ വൻ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ്. കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി ഇന്റർനാഷണൽ എനർജി ഏജൻസിയിലെ 32 അംഗരാജ്യങ്ങൾ തങ്ങളുടെ അടിയന്തര എണ്ണശേഖരം തുറന്നുവിടാൻ തീരുമാനിച്ചു. ചരിത്രത്തിൽ ആദ്യമായി 400 ദശലക്ഷം ബാരൽ എണ്ണയാണ് വിപണിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫിലെ സംഘർഷം കാരണം ഇന്ധന വിതരണം നഷ്ടപ്പെട്ടതും വില അനിയന്ത്രിതമായി വർദ്ധിച്ചതും നേരിടാനാണ് ഈ നീക്കം. എണ്ണയുടെ ലഭ്യത വിപണിയിൽ ഉറപ്പാക്കുക മാത്രമല്ല വില കുറയ്ക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. അതേസമയം ജർമ്മനിയിലെ ഇന്ധനവിലയിൽ സർക്കാർ പുതിയ നയം പ്രഖ്യാപിച്ചു. പെട്രോൾ പമ്പുകളിലെ അമിത ലാഭക്കൊള്ള തടയുന്നതിനായി ജർമ്മൻ സാമ്പത്തിക മന്ത്രി കാതറീനെ റൈഷാണ് പുതിയ നിയന്ത്രണം പ്രഖ്യാപിച്ചത്. ഓസ്ട്രിയയിലെ മാതൃക പിന്തുടർന്ന് കൊണ്ടുവരുന്ന ഈ നിയമത്തിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടന്നാൽ ദിവസത്തിൽ ഒരു തവണ മാത്രം വർധന നടത്താൻ പറ്റുകയുള്ളൂ. പമ്പുകൾക്ക് ഇനി മുതൽ ദിവസത്തിൽ ഒരു തവണ മാത്രമേ ഇന്ധനവില വർദ്ധിപ്പിക്കാൻ അനുവാദമുണ്ടാകൂ. എന്നാൽ വില കുറയ്ക്കാൻ എപ്പോൾ വേണമെങ്കിലും സാധിക്കും. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കൂടുമ്പോൾ ഉടൻ തന്നെ വില വർദ്ധിപ്പിക്കുകയും വില കുറയുമ്പോൾ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് നൽകാൻ വൈകിപ്പിക്കുകയും ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. ഈ നീക്കം ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുമ്പോൾ കമ്പനികൾ നഷ്ടം നികത്താൻ ഒറ്റയടിക്ക് വലിയ തുക വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചിലർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വെറുമൊരു കണ്ണിൽപ്പൊടി ഇടുന്ന വിദ്യയാണെന്നും ജനങ്ങൾക്ക് യഥാർത്ഥ ഗുണം ലഭിക്കണമെങ്കിൽ ഇന്ധന നികുതി കുറയ്ക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ പാർട്ടിയായ AfD വിമർശിച്ചു. ഡ്രസ്ഡനിൽ 2ാം ലോകമഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് 18,000 പേരെ ഒഴിപ്പിച്ചു. ജർമ്മൻ നഗരമായ ഡ്രസ്ഡനിൽ 2ാം ലോകമഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നഗരമധ്യത്തിലെ കരോള പാലത്തിന് സമീപം കണ്ടെത്തിയ ബോംബ് നിർവീര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഏകദേശം 18,000 പേരോട് ബുധനാഴ്ച രാവിലെ 8 മണിയോടെ വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ അധികൃതർ നിർദ്ദേശിച്ചത്. എൽബെ നദിക്കരയിൽ കണ്ടെത്തിയ 2 സംശയാസ്പദമായ വസ്തുക്കളിൽ ഒന്ന് 250 കിലോഗ്രാം ഭാരമുള്ള ബ്രിട്ടീഷ് സ്ഫോടക വസ്തുവാണെന്ന് വിദഗ്ധർ സ്ഥിരീകരിച്ചു. യുദ്ധത്തിന് ശേഷം ഡ്രസ്ഡൻ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ നടപടിയാണിത്. ഡ്രസ്ഡൻ നഗരത്തിലെ ചുറ്റുമുള്ള 1000 മീറ്റർ പരിധിയിലുള്ളവരെയാണ് ഒഴിപ്പിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലും കരോള പാലത്തിന്റെ പൊളിറ്റിക്കൽ ജോലികൾക്കിടെ 4 ബോംബുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് 17,000 പേരെയാണ് ഒഴിപ്പിച്ചത്. 1945 ഫെബ്രുവരിയിൽ 2ാം ലോകമഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സഖ്യകക്ഷികൾ നടത്തിയ അതിശക്തമായ ബോംബാക്രമണത്തിൽ ഡ്രസ്ഡൻ നഗരം ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ടിരുന്നു. അന്ന് ഏകദേശം 25,000 പേർ കൊല്ലപ്പെടുകയും നഗരമധ്യത്തിന്റെ 90% നശിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.